നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 5 ദിവസം കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന ഒരു പ്രതിഭാസം, അതുമൂലം കടലിലുണ്ടാകുന്ന കള്ളക്കടൽ സാധ്യതകൾ, ഇതൊക്കെ തന്നെയാണ് കേരളത്തെ ഭയപ്പെടുത്തുന്നത്. പസഫിക് സമുദ്രത്തിൽ ലാ നിന സാന്നിധ്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ആശങ്ക. അറബിക്കടലിൽ ആഗോള മഴപ്പാത്തിയുടെ സാന്നിധ്യം ഇപ്പോൾ പ്രകടമാണ്, അതറിയാൻ സാധിക്കുന്നുണ്ട്. മലദ്വീപിനും ഭൂമധ്യ രേഖയ്ക്കും സമീപത്തായി ചക്രവാത ചുഴിയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധർ തന്നെ മുന്നറിയിപ്പിൽ പറയുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന്, അതായത് 15-ാം തീയതി വൈകുന്നേരം 5:30 വരെ 1/2 മീറ്റർ മുതൽ 1 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യത ഉണ്ടാകുമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം സൂചന നൽകുന്നുണ്ട്. കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും വളരെ ജാഗ്രത പാലിക്കുക. അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പുകളും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കുക. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കുക. അതുപോലെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തുക. മത്സ്യബന്ധന യാനങ്ങൾ, അതായത് ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിച്ചാൽ കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത കുറയ്ക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പുലർത്തി വേണം മുന്നോട്ട് നീങ്ങേണ്ടത്. കൂടാതെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം കൂടി നൽകിയിട്ടുണ്ട്. 19-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള 5 ദിവസം മഴ ഇതുപോലെ പെയ്തിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.